ശ്രീ ഷാജിർ ഖാൻ, ഇപ്പോൾ എളമരം കരീം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കുവേണ്ടിയുള്ള സമരനാടകമാണ്. ഈ ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ആരൊക്കെയോ സമരത്തിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ സമരത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിങ്ങൾക്ക് പങ്കുണ്ട് എന്നും നിങ്ങൾ BJPയുടെ ബി ടീമാണ് എന്നുമുള്ള ആരോപണത്തിന് മറുപടി. സ്മൃതി, കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ ആരോഗ്യമേഖലയ്ക്ക് വാസ്തവത്തിൽ സുരക്ഷാ കവചമൊരുക്കുന്ന, അതിനുവേണ്ടി സമർപ്പിതരായി പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർ, അവരെ അധിക്ഷേപിക്കുന്ന വിധത്തിലാണ് ശ്രീ അരുൺകുമാർ ഇവിടെ സംസാരിച്ചത്. 12 മണിക്കൂറും 14 മണിക്കൂറും പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവർ പൂർണ്ണ സമയം പ്രവർത്തിക്കാത്തവരുണ്ട് എന്ന ഒരു ആക്ഷേപം പറഞ്ഞു. അദ്ദേഹം അതിന് മാപ്പ് പറയണം എന്ന് ഞാൻ ആദ്യമേ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അടിസ്ഥാനപരമായി പ്രാഥമികമായി പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ് എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാപ്രവർത്തകർ. ഞാനത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞു. പബ്ലിക് ഹെൽത്ത് ആൻഡ് ഫിക്സിംഗ് ഓഫ് മിനിമം വേജസ് ഈസ് എ സബ്ജക്റ്റ് കമ്മിങ് അണ്ടർ ദ സ്റ്റേറ്റ് എന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അതായത് പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാപ്രവർത്തകർ. അവർക്ക് വേണ്ടിയിട്ടുള്ള മിനിമം വേതനം നിശ്ചയിക്കേണ്ടത്, സേവന വേതന കണ്ടീഷൻസ് നിശ്ചയിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 10,000 രൂപ അവർ ഫിക്സ് ചെയ്തു, ഒന്നാമതായി. രണ്ടാമത് ഗ്രാറ്റുവിറ്റി 1.5 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ഏതാ? ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരാണ്. 5 ലക്ഷം രൂപ ബംഗാൾ നൽകുന്നു, അത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കർണാടക കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം പ്രാഥമികമായി നിർവഹിക്കേണ്ടത്. അതിനകത്ത് ഒരു സംശയവുമില്ല. അത് ആ ഉത്തരവാദിത്വം സമീപനത്തിനെതിരായിട്ടുള്ള തൊഴിലാളി എന്ന് നിർവചിക്കേണ്ടതാരാണ്? തൊഴിലാളി എന്ന് നിർവചിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് എല്ലാ അധികാരമുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാന സർക്കാരിന് ഈ പറയുന്ന അവർ സ്കീം തൊഴിലാളികളാണ്, അവർ ഈ പറയുന്ന കേന്ദ്ര പ്രോജക്റ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ അവരെ തൊഴിലാളികളായി അംഗീകരിക്കുവാനും ആ സ്റ്റാറ്റസ് നൽകുവാനും അവർക്ക് ആവശ്യമായ മിനിമം വേതനം ഉറപ്പാക്കാനും സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കാനുമുള്ള ചുമതല, ഉത്തരവാദിത്വം ഒരു തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അതവർ ചെയ്യണം. പക്ഷേ ഇത് തൊഴിലാളി വിരുദ്ധ സർക്കാരാണ്. തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറിയിരിക്കുന്നു. ശരിയാണ്, അതിനർത്ഥം കേന്ദ്ര ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമില്ലെന്നല്ല. കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം. അവർക്ക് നൽകേണ്ടിരുന്ന കാര്യങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആശാ വർക്കേഴ്സ് 2 പാർലമെൻറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട് ആ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണം അത് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി അവർ വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ്റിനും അവർ 2 കൂട്ടരോടും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന 21,000 രൂപ സംസ്ഥാന എളമരം കരീമോ CATO 700 രൂപ നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഒരു മിനിമം, അത് 21,000 രൂപ എങ്ങനെ ജീവിക്കാൻ പറ്റുക? അപ്പോൾ 26,000 രൂപ ഇപ്പോൾ CATO പറയുന്നുണ്ടല്ലോ, 26,000 രൂപയാണ് കൊടുക്കേണ്ടത്. ദേശീയ തലത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 21,000 രൂപയാണ്, 26,000 രൂപയാണ്. എങ്കിൽ എന്തുകൊണ്ട് 26,000 രൂപ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? അത് നടപ്പിലാക്കാൻ മുൻകൈ എടുക്കണം. നിങ്ങൾ പറയുന്നില്ല, ഇപ്പോൾ 40-60 അടിസ്ഥാനത്തിലാണല്ലോ ഇതിൻ്റെ ഡിവിഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം 600 കോടി വരുമല്ലോ. അതിൽ നിങ്ങൾ എത്രയാണ്? കേന്ദ്രം 815 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. ശരി, അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതമോ? ആ സംസ്ഥാനത്തിൻ്റെ വിഹിതം എത്ര നിങ്ങൾ കൊടുത്തു? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആശാ വർക്കേഴ്സിന് ഇപ്പോൾ കുടിശ്ശിക വരുത്തുന്നതിന് പറയുന്ന കാരണം കേന്ദ്രം കൊടുക്കുന്നില്ല എന്നാണ്. സംസ്ഥാനത്തിൻ്റെ വിഹിതമുണ്ടല്ലോ, ആ സംസ്ഥാനത്തിൻ്റെ വിഹിതം ആദ്യം അത് കൊടുക്കണം. കേന്ദ്രത്തിൻ്റെ വിഹിതം, കിട്ടിയ വിഹിതം നിങ്ങൾക്കത് ഈ പറയുന്ന ആശാ വർക്കേഴ്സിന് കൊടുക്കാം. അപ്പോൾ അതൊന്നും ചെയ്യാതെ അവരോട് വളരെ മനുഷ്യത്വ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അവരോട് എന്താ പറയുക, ആ സമരം ചെയ്യുന്ന ആളുകളുടെ സമരം അനാവശ്യമാണെന്ന് പറയുന്നു. അവരുന്നയിക്കുന്ന ഡിമാൻഡുകൾ തെറ്റാണെന്ന് പറയുന്നു. അതെങ്ങനെയാണ് അരുൺകുമാറെ തെറ്റാകുന്നത്? ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഡിമാൻഡ് തെറ്റാണോ? അത് 21,000 രൂപ ആക്കണം എന്ന് പറയുന്നത് തെറ്റാണോ? അവർക്ക് എന്താ പറയുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണം എന്ന് പറയുന്നത് തെറ്റാണോ? അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് CATO-നില്ല, അങ്ങനെ ഒരു ഡിമാൻഡ് CPM-നില്ല എന്നല്ലേ താങ്കൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരു ഡിമാൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളോ അവർ പറയുന്ന ഡിമാൻഡ് തെറ്റാണെന്ന് പറയുന്നത്? അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ ഇരട്ടത്തപ്പ് കാണിക്കുന്നു. അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയുന്നു. അവിടെ സമരം ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ CATO-ന് 21,000 പേരുണ്ട് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ 21,000 പേരല്ല, നിങ്ങളുടെ കയ്യിൽ 2,000 പേര് ആശാ വർക്കേഴ്സ് ഉണ്ടോ? നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിൽ 200 പേർ, ഒരു 200 ആശാ വർക്കേഴ്സിനെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? തൊട്ടപ്പുറത്ത് 2,000
ആശാ വർക്കേഴ്സ് സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന അസോസിയേഷൻ സ്വതന്ത്ര യൂണിയൻ, ഒരു സെൻട്രൽ ട്രേഡ് യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു യൂണിയൻ അവിടെ ആയിരക്കണക്കിന് ആശാ വർക്കേഴ്സ് അവരെ ബാഡ്ജ് ധരിച്ചിട്ടുള്ള ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്ത് ബദൽ സമരം നടത്തുന്നു, പ്രതിസമരം നടത്തുന്നു. ആ സമരത്തിൽ നിങ്ങൾ പങ്കെടുപ്പിച്ചതിൽ എത്ര പേരുണ്ടായിരുന്നു അരുൺ, ഈ പറയുന്ന ആശാ വർക്കേഴ്സ്? അപ്പോൾ നിങ്ങൾ ഇനി 21,000 കണക്ക് ഇനി മേലാൽ ഒരു ചർച്ചയിലും വന്ന് പറഞ്ഞു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരം തുടങ്ങുന്നത് 10-ാം തീയതിയല്ലേ ഷാജിർ ഖാൻ? 10-ാം തീയതിയല്ലേ? 7/2/2025 തന്നെ 7/2/2025 തന്നെ, അതായത് CATU സമരം നടത്തി എന്ന് പറയുന്ന ആ ദിവസത്തിന് ശേഷം ഈ ആശമാരുടെ പ്രതിമാസ ഓണറേറിയമായ 7,000 രൂപ 10 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്നു എന്നുള്ളത് മാറ്റി അത് 10-ൽ 5 എണ്ണം പൂർത്തീകരിച്ചാൽ മതി എന്ന തീരുമാനം വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സമരത്തിൽ വഞ്ചനയല്ലേ? 10, അതായത് നമ്മൾ ആശാ വർക്കേഴ്സ്, സ്മൃതി, ആശാ വർക്കേഴ്സ് 5 നിബന്ധനകൾ ഒഴിവാക്കാനല്ലോ പറഞ്ഞത്, എല്ലാ നിബന്ധനകളും ഒഴിവാക്കാനല്ലേ? അപ്പോൾ അത് എല്ലാ നിബന്ധനകളും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറയട്ടെ, അതെല്ലാം ഈ സമരത്തിൻ്റെ വിജയമായിട്ട് നമ്മൾ കാണണം. ഈ പറയുന്ന 21 ദിവസം രാവും പകലും ഈ പാവപ്പെട്ട സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ എന്താ പറയാ സമർപ്പിതമായി നടത്തിയ ഒരു സമരത്തിന്റെ വിജയമാണ് അതൊക്കെ. അതായത് ആശാ വർക്കർമാർ ഇപ്പോൾ ഈ സ്വതന്ത്ര യൂണിയൻ സമരം നടത്തുന്നത് 10-ാം തീയതി മുതലാണ്. ഇത് 7-ാം തീയതി വന്ന തീരുമാനമാണ് എന്നുള്ളതാണ് പറയുന്നത്. തീരുമാനം വന്ന ശേഷം അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് എങ്ങനെ സമരം ചെയ്യും? അതുകൊണ്ടാണ് ഇവരെ സമരത്തിലേക്ക് തള്ളിവിടുന്നു. അത് അവരുടെ യഥാർത്ഥ ആവശ്യമായിരുന്നില്ല. ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടും വീണ്ടും അതേ ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അല്ലല്ല, നെവർ, അങ്ങനല്ലല്ലോ. 5 നിബന്ധനകൾ എന്ന വ്യവസ്ഥ അവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് വഞ്ചനയാണ്. 5 അല്ലല്ലോ. ഈ പറയുന്ന എല്ലാ നിബന്ധനകളും ഒഴിവാക്കണം എന്നുള്ളതല്ലേ ആശാ വർക്കർമാരുടെ തീരുമാനം, അവരുടെ ഡിമാൻഡ്. അതെന്തുകൊണ്ട് CATU ഉയർത്തിപ്പിടിച്ചില്ല? അങ്ങനെ എല്ലാ നിബന്ധനകളും ഒഴിവാക്കിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ മുതൽ രാത്രി വരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ, ഈ 100 കണക്കിന് ജോലികൾ അവരെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണല്ലോ. ഇമ്മ്യൂണൈസേഷൻ, അശ്വമേധം, എന്തെല്ലാം പ്രോജക്റ്റുകളാണ് അവരുടെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ പണികളിൽ നിന്ന് അത് ഏതെങ്കിലും ഒന്ന് വീഴ്ച വരുത്തിയാൽ അവർക്ക് കൊടുക്കുന്ന ഈ പറയുന്ന തുച്ഛമായ വേതനം പോലും വെട്ടിക്കുറയ്ക്കും എന്ന് പറയുന്ന ആ നിബന്ധനകളെല്ലാം ഒഴിവാക്കണം എന്നതായിരുന്നില്ലേ? പക്ഷെ അവിടെ പോലും വഞ്ചനാപരമായ വിധത്തിൽ 5 എണ്ണം ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ ഉണ്ടാക്കി പൊടിയും തട്ടിപ്പോയില്ലേ CATUകാർ. പിന്നീട് അവരത് ശക്തമായി ഉന്നയിച്ചില്ല. അതിനുശേഷം ഓണറേറിയം 15,000 എന്നുള്ള അവസാനത്തെ ഡിമാൻഡാണ്, 5-ാമത്തെ 6-ാമത്തെ ഡിമാൻഡായിട്ടാണ് വെച്ചത്. അതവർ ഇൻസിസ്റ്റ് ചെയ്തില്ല, ആ ബജറ്റിൽ ഒന്നും അനുവദിച്ചില്ല. പക്ഷേ അതോടുകൂടി പിരിഞ്ഞുപോയി. അപ്പോൾ പിന്നെ ആശാ വർക്കർമാർ എന്ത് ചെയ്യണം? അപ്പോൾ ആശാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡിമാൻഡും അംഗീകരിക്കപ്പെടാതിരിക്കവേ അവർക്ക് സമരം ചെയ്യാതെ നിർവാഹമില്ല. അതുകൊണ്ടാണല്ലോ 10-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം പൊടുന്നനവേ അവർക്ക് ആരംഭിക്കേണ്ടി വന്നത്, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ആരംഭിക്കേണ്ടി വന്നത്. ആ സമരത്തിലേക്ക് പിന്നീട് ആയിരക്കണക്കിന് ആശാ തൊഴിലാളികൾ പങ്കെടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ബിന്ദുവിനും ആശാ നേതാക്കൾക്കും അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നീട് കേരളത്തിൻ്റെ സമരമായിട്ട് അത് മാറി. കേരളത്തിന്റെ സാംസ്കാരിക കേരളം ആ സമരത്തെ ഏറ്റെടുത്തു. ജനകീയ സമര കേരളം ആ സമരത്തെ ഏറ്റെടുത്തു. പിന്തുണയുമായി പ്രസംഗിക്കാനെത്തിയ ജോസഫ് സി മാത്യുവിനെ പോലുള്ളവർ, ഡോക്ടർ MK താരയെ പോലുള്ളവർക്കെതിരെയൊക്കെ കേസെടുത്തിരിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.